UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ഈസ്റ്റളരി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ ഈസ്റ്റളരി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. തയ്യനി, മലാങ്കടവ്, പാലാവയൽ, കണ്ണിവയൽ, ഗവൺമെന്റ് TTI, നല്ലോമ്പുഴ, പാറക്കടവ്, കമ്പല്ലൂർ, കടുമേനി, ചിറ്റാരിക്കാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത്. ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി ടൗണിൽ പര്യടന പരിപാടി RSP സംസ്ഥാന വക്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് BN ഹസ്കർ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റളരി പഞ്ചായത്ത് UDF ചെയർമാൻ കുര്യാച്ചൻ പുളിക്കാപ്പടവിൽ അധ്യക്ഷത വഹിച്ചു. N മൊയ്തീൻ കുഞ്ഞി, ടോമി പ്ലാച്ചേനി, തോമസ് മാത്യു, ജോമോൻ ജോസ്, ജോർജ് കുട്ടി കരിമടം, മേഴ്സി മാണി, അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, K ശ്രീധരൻ മാസ്റ്റർ, ജാദിൽ അസൈന, അഡ്വക്കേറ്റ് നവനീത്, ജോബിൻ കമ്പല്ലൂർ, വൈശാഖ് കൂവാരത്ത്, സന്തോഷ് ചൈതന്യ, ഗോപാലകൃഷ്ണൻ തയ്യേനി, റോയി പഞ്ഞിക്കുന്നൻ, രാജേഷ് തയ്യേനി, സന്തോഷ് തയ്യേനി, പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ടോമി, രേഖ സജിത്ത്, ഷാൻഡി ബിജു, ഡൊമിനിക് കോയ്ത്തുരുത്തൽ, ജോസ് കുത്തിയാത്തോട്ടിൽ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ഈസ്റ്റളരി പഞ്ചായത്തിലെ 7 കേന്ദ്രങ്ങളിൽ പര്യടനത്തിന് ശേഷം ചെറുവത്തൂർ, പീലിക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരമഹോത്സവത്തിലും രാത്രി ചന്തേരയിൽ നടന്ന കുടുംബ സംഗമത്തിലും അദ്ദേഹം പങ്കെടുത്തു. പിന്നിടുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും രാഷ്ട്രീയ ചിന്തകരുമൊക്കെ ഇപ്പോൾ പറയുന്നത് തൃക്കരിപ്പൂരിൽ കനത്ത പോരാട്ടം നടക്കുന്നു, സർവേകൾ പറയുന്നു UDF വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലേക്കൊക്കെ അവർ മാറിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഇനി ഏതാണ്ട് ഒരാഴ്ചക്കാലത്തിലധികം ബാക്കിയുണ്ട്. ആ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പണ്ഡിതരും തൃക്കരിപ്പൂർ UDFന്റെ ഉറച്ച കോട്ടയാണ് എന്ന് പറയുന്ന ദിവസങ്ങൾ അതനധി വിദൂരമല്ല. ഇത് നമ്മൾ വിജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്രത്തിലാദ്യമായി ചരിത്രം കുറിച്ചുകൊണ്ട് ഈ മണ്ണ് തൃക്കരിപ്പൂർ വിജയിക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മലയോര സംരക്ഷണ യാത്ര നടത്തി ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. മലയോര മേഖലയുടെ വേദനകൾ തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് UDF ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമായി പോലീസിന്റെ ഉപദേഷ്ടാവായി വെച്ചിരുന്നത് ശ്രീ രമൺ ശ്രീവാസ്തവയായിരുന്നു. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്നത് RSSന്റെ ഏജന്റായി പോലീസിൽ പ്രവർത്തിക്കുന്ന ആളായതിനാൽ വീണ്ടും അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം പോലീസ് സേനയുടെ മേധാവിയായി വെച്ചിരുന്നത് ശ്രീ ബെഹ്റയായിരുന്നു. ബെഹ്റ പോലീസിൽ വന്നതിന് ശേഷം പോലീസിനുള്ളിൽ തന്നെ RSSന്റെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നു എന്ന് പരാതി പറഞ്ഞത് CPIയുടെ ദേശീയ നേതാവ് സഖാവാനി രാജയായിരുന്നു. സഖാവാനി രാജയുടെ പരാതി ഇപ്പോഴും ബദിരകർണങ്ങളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സേനയിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ടായി. വേൾഡ് ബാങ്കിലും IMFലും തൊഴിലെടുത്തിരുന്ന ഡോക്ടർ ഗീതാ ഗോപിനാഥിനെയാണ് സാമ്പത്തിക രംഗത്തെ ഉപദേഷ്ടാവായി കേരളത്തിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെച്ചിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിന്റെ ഉത്തരമായി ഇന്ന് ആദരണീയനായ പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഖജനാവ് പൂച്ചകെ പെറ്റുകിടക്കുന്നിടമായി മാറിയിരിക്കുന്നു. അടിത്തറയില്ലാതെ തണുത്തുറഞ്ഞ ഞരമ്പുകളാൽ ചോരകളാൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ഇല്ലാതെ നടന്നു വരുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്കാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ആകമാനമുള്ള ഇടതുപക്ഷ ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ വ്യതിയാനങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഇടതുപക്ഷ ജീർണതകൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതുമാണ് കാലിക പ്രസക്തമായിട്ടുള്ള ചോദ്യം. വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും വീട്ടുകരം വർദ്ധിപ്പിക്കുകയും നികുതികളാകമാനം നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വലതുപക്ഷ മനോഭാവത്തിലുള്ള സാമ്പത്തിക നയം നടപ്പിലാക്കുകയായിരുന്നു അതുവഴി കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടമാടിയിട്ടുള്ളത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.